ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനോട് സംസാരിക്കുമ്പോൾ ഇന്ന് രാവിലെ നമ്മൾ സംസാരിക്കുമ്പോൾ ഷിജോ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ പറഞ്ഞത് ഈ ചോദ്യം ചെയ്യലിനിടയിൽ ഒരു ഉദ്യോഗസ്ഥനോട് പറഞ്ഞത്, സാർ ഇതിപ്പോൾ എന്നെ ശിക്ഷിച്ചാൽ ഒരു ജീവപര്യന്തം, ഇപ്പോൾ എനിക്ക് 22 വയസ്സ്, ആ സമയത്താണ്. ഇനിയിപ്പോൾ ഒരു ജീവപര്യന്തം കിട്ടിയാൽ ഒരു 38 വയസ്സ് വരെയല്ലേ ഉള്ളൂ, അത് കഴിഞ്ഞിട്ട് ഞാൻ ജീവിച്ചോളാം എന്ന് പറയുന്ന മാനസികാവസ്ഥ ഉള്ള സ്ത്രീയാണ് ഗ്രീഷ്മ. അതുകൊണ്ട് അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഭാവവ്യത്യാസം ഉണ്ടാകാനുള്ള സാധ്യതയില്ല. അവർക്ക് ഒരു വിഷമവും നമുക്ക് കോടതി മുറിയിലും കാണാൻ കഴിഞ്ഞിട്ടില്ല. ഷിജോ, ഇപ്പോൾ ഒരു വിധി പ്രസ്താവം ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രോസിക്യൂഷൻ അടക്കം പറയുന്നത് സമൂഹത്തിന് കൃത്യമായുള്ള സന്ദേശം ഈ വിധിയിൽ ഉണ്ടാവണമെന്നുള്ളതാണ്. അപ്പോൾ തനിക്ക് ഇന്ന ശിക്ഷയാണ് ലഭിക്കാൻ പോവുക എന്ന് ഒരുപക്ഷെ ഈ പ്രതി മനസ്സിലാക്കിയിട്ടുണ്ടാവണം. അതുകൂടി ആയിരിക്കാം ഈ ശരീരഭാഷയ്ക്ക് കാരണം, അല്ലെങ്കിൽ താൻ ചെയ്ത് തെറ്റല്ല എന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്നതുകൊണ്ടായിരിക്കാം. അതെ, അവർ ഈ പഠിക്കാൻ മിടിക്കുകയാണ് എന്ന് പറയുമ്പോൾ ഈ ഇവരെ ചോദ്യം ചെയ്ത് ഇവരിൽ നിന്ന് മൊഴിയെടുത്ത അന്വേഷണ ഉദ്യോഗസ്ഥരോട് നമ്മൾ സംസാരിക്കുമ്പോൾ അറിയാൻ കഴിയുന്നത് ഇവർ ഈ ബന്ധത്തിൽ അവർക്ക് താല്പര്യമില്ലായിരുന്നു. അത് പലതവണ ഷാരോണോട് പറഞ്ഞു, പക്ഷേ ഷാരോൺ അത് ഉൾക്കൊള്ളാൻ തയ്യാറായില്ല. എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥയിൽ ഞാനത് ചെയ്തു എന്ന് ഉദ്യോഗസ്ഥനോട് സമ്മതിച്ച സ്ത്രീയാണ്. ഒരു കാരണവശാലും നീതീകരിക്കാൻ കഴിയുന്നതല്ല. നീതീകരിക്കാൻ വേണ്ടി പറഞ്ഞാൽ ഇവരുടെ ഒരു മാനസികാവസ്ഥയെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇതെനിക്ക് പറ്റില്ല, ഞാനത് അംഗീകരിക്കുന്നു, ഞാൻ ചെയ്തതാണ് എന്നവർ അംഗീകരിക്കുന്ന ഒരു മാനസികാവസ്ഥയുള്ള സ്ത്രീയാണ് അവർ. ഇപ്പോൾ അന്ന് ശിക്ഷ വിധിക്കുന്ന സമയത്ത് അവരുടെ ഒരു ഭാവ വ്യത്യാസമില്ല. കഴിഞ്ഞ ദിവസം ഇതുമേലുള്ള വാദം, ശിക്ഷയിന്മേലുള്ള വാദം നടക്കുന്ന സമയത്ത് ജഡ്ജിന്റെ മുന്നിലേക്ക് വന്ന് ഇവരൊരു 3 പേപ്പറുമായിട്ടാണ് വരുന്നത്. ജഡ്ജ് എന്തോ ചില കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഇവർ ആദ്യം ഒരു പേപ്പർ എടുത്ത് ജഡ്ജിന്റെ കയ്യിൽ കൊടുക്കുന്നു. എന്നിട്ട് മാസ്ക് ഇട്ടിട്ടുണ്ടായിരുന്നു, മാസ്ക് അവർ തനിയെ ഊരിയിട്ട് ഈ 3 സർട്ടിഫിക്കറ്റുകൾ കൊടുത്തിട്ട് ജഡ്ജിനോട് അവർ പറയുന്നുണ്ട്, ഞാൻ ജില്ലാ ജഡ്ജി വന്നിട്ടുണ്ട്, ജില്ലാ ജഡ്ജി വന്നെന്ന് തോന്നുന്നു, അതല്പസമയത്തിനകം നമുക്ക് അതിനകത്തേക്ക് പോകാം. ഈ പേപ്പർ എടുത്ത് കൊടുത്തതിന് ശേഷം പറയുന്നുണ്ട്, ഞാൻ നല്ല മാർക്കോട് കൂടി പാസ്സായതാണ്, എനിക്ക് പഠിക്കാനുള്ള അവസരം നൽകണം, അതുപോലെ ശിക്ഷയിൽ ഇളവ് വരുത്തി തരണം എന്നവർ പറഞ്ഞു. എന്നിട്ട് ശിക്ഷ വിധിക്കുന്ന അതുമായി ബന്ധപ്പെട്ട ഈ വധശിക്ഷ നൽകണം ചെകുത്താൻ്റെ ചിന്തയാണെന്നൊക്കെ പറയുന്ന ഇവർ നിന്ന് കേൾക്കുന്നുണ്ട്. യാതൊരു കൂസലും ഇല്ലാതെ അവർ നിന്ന് കേൾക്കുകയാണ്. ഇന്നിപ്പോൾ സ്വാഭാവികമായിട്ട് വിധി പ്രസ്താവം നടത്തുമ്പോഴും അവരുടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഭാവവ്യത്യാസം അവരുടെ മുഖത്ത് നമുക്ക് കാണാനും കഴിയില്ല. ഈ വിധി പ്രസ്താവം നടത്തുക മാത്രമല്ല, ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കേസിന്റെ തുടക്കം മുതൽ 90 ദിവസം കൊണ്ട് കുറ്റപത്രം സമർപ്പിച്ചൊരു കേസാണ്. അതിനപ്പുറത്തേക്ക് പല തരത്തിലുള്ള ഒരു തെളിവെടുപ്പ് അടക്കം നടത്തിയപ്പോഴും ഗ്രീഷ്മനെ പല സ്ഥലത്തും കൊണ്ടുപോയിരുന്നു. ആ സ്ഥലത്ത് കൊണ്ടുപോയപ്പോഴൊന്നും ഗ്രീഷ്മയ്ക്ക് ഈ പറയുന്ന താൻ ഇവിടെ പോയി ഇന്ന കാര്യങ്ങൾ ചെയ്തു വളരെ കൃത്യമായിട്ട് നമ്മളടക്കം പോയിട്ട് തൃപ്പരപ്പിലായാലും തിരുവനന്തപുരം ജില്ലയുടെ പലയിടങ്ങളിലാണ്, ശംഖുമുഖത്തും കോവളത്തും വേളിയിലും അടക്കം പോയപ്പോഴും ഗ്രീഷ്മ ഒരു തരത്തിലും ഈ തെളിവെടുപ്പിനോട് നിസ്സഹകരിക്കാതിരുന്നില്ല. ഇതൊക്കെ ഞാൻ ചെയ്തതാണെന്ന് പറഞ്ഞ് പറയുകയാണ് ചെയ്യുന്നത്. അതെ, അത് തന്നെ ഷിജോ. ഈ അന്വേഷണ ഉദ്യോഗസ്ഥരോട് സംസാരിക്കുമ്പോഴും അതാണ്, ഇവർ എല്ലാം അംഗീകരിക്കുന്നുണ്ട്. ഞാനിത് ചെയ്തു, ഇതിങ്ങനെയൊക്കെയാണ് സംഭവം, ഇന്ന സ്ഥലങ്ങളിൽ ഞങ്ങൾ പോയിട്ടുണ്ടെന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. ഷിജോ അതിന്റെ തെളിവെടുപ്പിന് പോയ ആളാണ്.